ഈ നിമിഷം അവളുടെ വീട്ടിലേക്ക് പോവാം. ഞാനും നിങ്ങളുടെ കൂടെ വരാം. അതിന്റെ ആവശ്യമില്ല. തെളിവുകളൊക്കെ ശേഖരിച്ച് ഹരീഷിനെ ബോധ്യപ്പെടുത്തിയിട്ട് അവൻ എന്നെ രണ്ടാമത് സ്വീകരിക്കണ്ട. ശ്രീ എന്ത് മണ്ടത്തരേ പറയുന്നത്? മണ്ടത്തരം അല്ല ഋതികേ, ഇതെന്റെ തീരുമാനം. മോളെ, മോള് പോയി കൈയും കാലും മുഖമൊക്കെ കഴിയിട്ടുവാ. അമ്മ കാപ്പി എടുത്ത് വെക്കാം. ഹലോ ശ്രീ, എനിക്ക് നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? ഒരു വലിയ ചതി കണ്ടുപിടിച്ചിട്ട് വരിക ഞാനാ പാറക്കണ്ട മണ്ടോദരി എന്ന സ്ത്രീയുടെ അവരുടെ വീട്ടിൽ പോയിരുന്നു. മോൾക്കേ മുഴുത്ത ഭ്രാന്താവാൻ അവരുടെ കയ്യിൽ നിന്ന് രുക്മിണി മരുന്ന് മേടിച്ചേ. ഞാനത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്താവൂർന്ന് ചേച്ചി? ഒരു സംശയം വേണ്ട, ഊളംപാറയിലാവുമായിരുന്നു. എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചതും ആ സ്ത്രീക്ക് കൊടുക്കാനുള്ള കാശ് തന്നതും ഋതിക മോളാ. ഞാനേ മോളെ വിളിച്ചൊന്ന് വിവരം പറയട്ടെ. ആ ശരി. ചേച്ചി. ആ മോളെ, ഞാനാ മന്ത്രവാദിനി സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് എന്തായി ചേച്ചി? എല്ലാം നേരി പറയാം. ഞാനേ അവളെ അകത്താക്കാൻ പറ്റിയ രീതിയിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ചേച്ചി വീട് വരെ ഒന്ന് വരാവോ? ഓ പിന്നെന്താ, ഞാൻ രാജുവിന്റെ വീട്ടിലേക്ക് ഉടനെ എത്തിയേക്കാം. ആ രുക്മിണി ഇന്ന് തന്നെ കൈകാര്യം ചെയ്യണം. ശരി ചേച്ചി. ശരി മോളെ. ഋതിക വന്നിട്ട് ഒത്തിരി നേരമായോ? അതെന്ത് ചോദ്യം? നമ്മൾ ഫോൺ ചെയ്തിട്ട് അങ്ങനെ അധിക നേരമൊന്നും ആയില്ലല്ലോ. അല്ല, ആ തട്ടിപ്പ് ജോത്സ്യരുടെ പേരെന്താന്നാ പറഞ്ഞ? പാറക്കണ്ടം മണ്ടോദരി. എന്ത് കണ്ടം? പാറക്കണ്ടം. പാറക്കണ്ടോ? ഉപ്പുകണ്ടം കമ്പിളിക്കണ്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പാറക്കണ്ടം എന്നൊക്കെ ഞാൻ ഇപ്പൊ കേൾക്കുക. അല്ല, ആ വീഡിയോ ഇവിടെ. ഇതാ. ഇത് മരുമകൾ അറിയാതെ അവളുടെ വയറ്റിൽ പല പ്രാവശ്യമായിട്ട് ചെല്ലണം. പിന്നെ നിങ്ങൾ അവളെ ഊളംപാറയിൽ പോയി കണ്ടാ മതി. ദുഷ്ടം, ഭയങ്കര. ഇവളെന്താ ചെയ്യ? ഒന്നാന്തരം ഒരു തെളിവല്ലേ ഇത്? ഈ തെളിവ് വെച്ച് നമുക്ക് പോലീസിൽ പരാതി കൊടുത്ത് ഇവരെ പിടിപ്പിക്കണം. അതിനു മുൻപ് ശ്രീ മറ്റൊരു കാര്യം ചെയ്യണം. ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഹരീഷിനെ വിളിച്ച് കാണിക്കണം. നടന്നത് ഇതൊക്കെയാണെന്ന് ഹരീഷിനെ ബോധ്യപ്പെടുത്തണം. ഹരീഷും സത്യങ്ങൾ മനസ്സിലാക്കട്ടെ. അതെ, ഹരീഷിനെ ശ്രീയേം തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി രുക്മിണി ചെയ്ത ചതിയാണിതെന്ന് ഹരീഷ് മനസ്സിലാക്കട്ടെ. അതോടെ ശ്രീയും ഹരീഷും തമ്മിലുള്ള പ്രശ്നം സോൾവ് ആവും. സ്വന്തം അമ്മയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് തിരിച്ചറിയുന്ന ഹരീഷ് ആ ഡിവോഴ്സ് പിൻവലിക്കും. എന്നാ അതിനൊരു താമസം വേണ്ട. ഈ നിമിഷം അവളുടെ വീട്ടിലേക്ക് പോവാം. ഞാനും നിങ്ങളുടെ കൂടെ വരാം. അതിന്റെ ആവശ്യമില്ല. തെളിവുകളൊക്കെ ശേഖരിച്ച് ഹരീഷിനെ ബോധ്യപ്പെടുത്തിയിട്ട് അവൻ എന്നെ രണ്ടാമത് സ്വീകരിക്കണ്ട. ശ്രീ എന്ത് മണ്ടത്തരേ പറയുന്നത്? മണ്ടത്തരം അല്ല ഋതികേ, ഇതെന്റെ തീരുമാനം. ഞാനും ഹരീഷും വളരെ ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിച്ചവരാ. എന്റെ മനസ്സ് മനസ്സിലാക്കാത്ത ഒരാളെ ഞാൻ എന്തിനു തിരുത്താൻ ശ്രമിക്കണം? ശ്രീ, ഹരീഷിന് ഇതൊക്കെയാണ് നടന്നതെന്ന് ബോധ്യപ്പെടണ്ടേ? ഈ തെളിവുകളും കൊണ്ട് ഞാൻ ഇപ്പൊ ചെന്നാ ഞാൻ വ്യാജമായി കെട്ടിച്ചമച്ച തെളിവുകളാണെന്ന് ഹരീഷിന്റെ അമ്മ പറയും. ആ സ്ത്രീയുടെ സ്വഭാവം വെച്ചിട്ട് അവരങ്ങനെ പറയില്ലെന്ന് ഋതികയ്ക്ക് ഉറപ്പുണ്ടോ? ചേച്ചിക്ക് ഉറപ്പുണ്ടോ? നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോ പെറ്റമ്മയെ പോലും ഒറ്റുന്നവളാ രുക്മിണി. അവളതും പറഞ്ഞെന്ന് വരും. സ്വന്തം അമ്മ ആരാണെന്നും അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്നും ഹരീഷ് സ്വയം മനസ്സിലാക്കട്ടെ. അങ്ങനെ ഹരീഷ് ഇനി എന്റെ അടുത്തേക്ക് വരട്ടെ.
ഞാൻ അങ്ങോട്ട് ചെന്നാ പിന്നെ എനിക്കെന്താ വില? ശ്രീ പറയുന്നത് ഒരർത്ഥത്തിൽ ശരി തന്നെയാ. ഒരർത്ഥത്തിലല്ല, എല്ലാ അർത്ഥത്തിലും അതാ ഋതിക ശരി. എന്നോട് ചെയ്തതിനൊക്കെ ദൈവം രുക്മിണിയോട് പകരം ചോദിക്കും. ഞാനായിട്ടത് ചെയ്യുന്നില്ല. മാത്രമല്ല, എന്നെ മനസ്സിലാക്കാത്ത ഒരു ഭർത്താവിനെ എനിക്കിനി വേണ്ട. എന്നെ വേണ്ടെന്ന് പറഞ്ഞവന്റെ മുൻപിലേക്ക് ഞാൻ ചെന്നാ എന്റെ മാതാപിതാക്കളെ നാണം കെടുത്തല്ലേ ഞാൻ ചെയ്യുന്നത്. ആ, അത് ശരിയാ. ആ തീരുമാനം വളരെ ശരിയാ. ആ ചേച്ചി, ആ വീഡിയോ എനിക്കും കൂടി ഒന്ന് സെൻഡ് ചെയ്തേക്കണേ. ആ. നമുക്ക് എത്രയും പെട്ടെന്ന് ആ മന്ത്രവാദി സ്ത്രീ അകത്താക്കണം. അല്ല, എന്താ അവരുടെ പേര്? പൊട്ടക്കണ്ടം മണ്ടോദരിയോ? പൊട്ടക്കണ്ടമല്ല, പാറക്കണ്ടം മണ്ടോദരി. അയ്യോ, ദീപമായിരുന്നോ? പിന്നെ നമ്മുടെ ബെഡ്റൂമില് ഞാനല്ലാതെ വേറെ ആര് വരാനാ? ഓർക്കപ്പുറത്ത് കയറി കെട്ടിപ്പിടിച്ചപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ഗ്രിഗറി ആയിരിക്കുമെന്ന്. ഗ്രിഗറിയോ? അതാര്? ന്യൂയോർക്കിലുള്ള ഒരു സായിപ്പാ. ആള് വെളുത്തു ചുമന്നതാണെങ്കിലും കാണ്ടാമൃഗത്തിനെ പോലെയാ. അയാൾ എനിക്ക് വലിയ പേടിയാ. ഉറക്കത്തിൽ പോലും ഞാൻ അയാളെ സ്വപ്നം കാണും. സോറി ദീപു. ആ പോട്ടെ. പെട്ടെന്നൊരു കടിയടിയപ്പോ എന്റെ സ്വഭാവം അനുസരിച്ച് ഇവിടെ പലതും നടക്കേണ്ടതാ. പിന്നെ നീ എന്റെ ഡാർലിംഗ് അല്ലേ? തൊടല്ലേ ദീപു, ഞാൻ ഈ ആഴ്ച വ്രതമല്ലേ. വ്രതോ? എന്ത് വ്രതം? വടസാവിത്രി വ്രതം. വടസാവിത്രി വ്രതോ? അല്ല, അതെന്ത് വ്രതം? ഭർത്താവിന്റെ ക്ഷേമത്തിന് ഭാര്യമാരെടുക്കുന്ന ഒരു വ്രതമാ വടസാവിത്രി വ്രതം. വടക്കേന്ത്യയിലാ അത് കൂടുതല്. ഞാൻ എന്റെ ദീപുവിന്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി എല്ലാ വ്രതവും അനുഷ്ഠിക്കും. സോമവാര വ്രതം, ഏകാദശി വ്രതം, തിരുവാതിര വ്രതം, വെള്ളിയാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതം, നവരാത്രി വ്രതം. പിന്നെ അപ്പൊ 365 ദിവസം വ്രതം ആയിരിക്കുമല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല. ദീപുവിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഞാൻ ഈ വ്രതമൊക്കെ നോക്കുന്നേ. അല്ല, എന്റെ സന്തോഷത്തിന് വേണ്ടി വ്രതോ? നന്നായി. ഇതൊരു പാരയായല്ലോ. ആ ദിവ്യ പോലത്തെ വല്ല സെറ്റപ്പ് മതിയായിരുന്നു. ദീപു എന്താ മൂഡ് ഔട്ട് ആയേ? അല്ല നന്ദു, നമുക്ക് ഹണിമൂണൊന്നും പോണ്ടേ? പിന്നെ ഹണിമൂണ് നിന്റെ മോഹമൊക്കെ ഞാൻ നടപ്പാക്കി തരാടാ.